തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. നടൻ നായകനായ പുഷ്പ 2 എന്ന സിനിമയുടെ ഫസ്റ്റ് ഷോ വേളയിലാണ് ദാരുണ സംഭവം ഉണ്ടായത്. അതേസമയം പുഷ്പ 2 ദ റൂൾ എന്ന ചിത്രത്തിന്റെ പ്രീമിയറിനിടെ ഉണ്ടായ ദാരുണമായ സംഭവത്തെ തുടർന്ന് തനിക്കെതിരെ ഫയൽ ചെയ്ത എഫ്ഐആർ റദ്ദാക്കാൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 2024 ഡിസംബർ 4 ഹൈദരാബാദിലെ സന്ധ്യ 70mm തിയേറ്ററിലാണ് സംഭവം നടന്നത്. തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന 35-കാരിയായ സ്ത്രീ മരിക്കുകയും 13 വയസ്സുള്ള മകൻ ശ്രീതേജിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. നടൻ സമർപ്പിച്ച ഹർജിയിൽ അറസ്റ്റിനു സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്റ്റേ ചെയ്യണമെന്ന് അല്ലു അർജുൻ അഭ്യർത്ഥിച്ചു. സംഭവസമയത്ത് തിയേറ്ററിലുണ്ടായിരുന്നതിനാൽ തിയേറ്ററിന് പുറത്തുള്ള സംഭവങ്ങൾ നടന് അറിയില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രൊഡക്ഷൻ ടീം തിയേറ്റർ മാനേജ്മെന്റിനെയും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെയും അദ്ദേഹം വന്ന വിവരം അറിയിച്ചിരുന്നതായും അവർ ചൂണ്ടിക്കാട്ടി. രേവതിയുടെ ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിക്കാടപ്പള്ളി പോലീസാണ് അല്ലു അർജുനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും എതിരെ എഫ്ഐആർ ഫയൽ ചെയ്ത്. പ്രീമിയറിനിടെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ അശ്രദ്ധ കാണിച്ചതിന് അല്ലു അർജുനും അദ്ദേഹത്തിന്റെ ടീമിനും തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 105, 118, 1 എന്നിവ പ്രകാരം പോലീസ് കേസെടുത്തു. സംഭവത്തെ തുടർന്ന് തിയേറ്ററുമായി ബന്ധപ്പെട്ട 3 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ തിയേറ്റർ സീനിയർ മാനേജരും ഉൾപ്പെടുന്നു. കുടുംബത്തോടൊപ്പം തിയേറ്ററിലെത്തിയ അല്ലു അർജുനെ കാണാൻ വൻ ജനക്കൂട്ടം എത്തിയതോടെയാണ് തിക്കിലും തിരക്കിലും അപകടമുണ്ടായത്.